തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തുവരുന്നത്. രാജ്യവ്യാപകമായാണ് സേവനം റദ്ദാക്കിയിരിക്കുന്നത്. ഇന്റർനെറ്റ് അധാർമികമെന്നാണ് താലിബാൻ പറയുന്നത്. കാബൂളിൽ വിമാന സർവീസുകൾ താറുമാറായി. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, അധാർമികത തടയുക എന്നതാണ് ഈ നടപടിക്ക് പിന്നിലെ ലക്ഷ്യമെന്നാണ് താലിബാൻ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, വിചിത്രമായ നടപടികളാണ് താലിബാൻ ഭരണകൂടം അധികാരത്തിലെത്തിയതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഈ ഒരു സംഭവത്തെ നമുക്ക് നോക്കിക്കാണാൻ. ഇന്റർനെറ്റ് സേവനം രാജ്യവ്യാപകമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അധാർമികമാണ് ഇന്റർനെറ്റ് ഉപയോഗം എന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത്. ഇത് അധാർമികതയ്ക്ക് വഴിവെക്കും. അതിനെ തടയേണ്ടതുണ്ട്, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ മാർഗമായിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിരിക്കുന്നത് എന്നാണ് താലിബാൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കാബൂളിൽ വിമാന സർവീസുകൾ റദ്ദായിരിക്കുകയാണ്. കാബൂളിൽ 8 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അത് കാബൂളിൽ നിന്ന് പുറപ്പെടേണ്ടതും കാബൂളിലേക്ക് എത്തേണ്ടതുമായ വിമാന സർവീസുകളെ ഇത് സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ വിച്ഛേദനവും താലിബാൻ ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വിച്ഛേദിക്കാൻ തുടങ്ങിയിരുന്നു. താലിബാന്റെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എന്ന് ഈ ഇന്റർനെറ്റ് സേവനങ്ങൾ തിരികെ കിട്ടും എന്നത് സംബന്ധിച്ചൊരു വ്യക്തത താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നില്ല. ഇതിനൊരു ബദൽ മാർഗം ഉണ്ടാകും എന്ന് താലിബാൻ ഭരണകൂടം പറഞ്ഞിരുന്നുവെങ്കിലും അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഒരു നോട്ടീസ് ഇനി ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഇനി ഉണ്ടാകുന്നത് വരെ ഇതേ സ്ഥിതി തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് മൊബൈൽ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് TV, ഇന്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ സാരമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്വകാര്യ ചാനലായ ടോളോ ന്യൂസ് തങ്ങളുടെ റേഡിയോ പ്രക്ഷേപണവും അതുപോലെ തന്നെ TV പ്രക്ഷേപണവും തടസ്സപ്പെടും എന്ന് അറിയിച്ചിട്ടുണ്ട്. പകരം സോഷ്യൽ മീഡിയ പേജുകൾ നോക്കണം എന്നാണ് പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഒപ്പം തന്നെ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് താലിബാൻ വിലക്കിയിരുന്നു. ഒപ്പം തന്നെ അവിടെ വലിയ തോതിലുള്ള മറ്റ് വിലക്കുകളും താലിബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2021 US സേനയും ബ്രിട്ടീഷ് സേനയും അവിടെ നിന്ന് വിട്ടുപോയതിനു ശേഷം താലിബാൻ ഭരണകൂടം അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഇസ്ലാമിക് ശരിയ നടപ്പാക്കുകയാണ്, അല്ലെങ്കിൽ ശരിയയെ പറഞ്ഞിരിക്കുന്ന വിധം ഭരണം നടത്താനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിവിധ നിരോധനങ്ങൾ ഈ താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ താലിബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് നിരോധനമാണ്. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് മറ്റ് സ്ഥാപനങ്ങൾ, അതായത് ബിസിനസ് സ്ഥാപനങ്ങളെ ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻസി കുറഞ്ഞ രീതിയിലാണ് പലയിടങ്ങളിലും ലഭിക്കുന്നത് എന്നതും ഇപ്പോൾ പുറംലോകം അറിഞ്ഞിരിക്കുന്നു. ഏതായാലും രാവിലെ ആകുന്നതോടുകൂടി ബാങ്കിംഗ് സേവനങ്ങളെ ഉൾപ്പെടെ ഇതോടുകൂടി തടസ്സപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുശ്രീ, അതുപോലെ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുക എന്ന ഒന്നുകൂടി ഒരു അർത്ഥം അതിനുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയില്ലേ? സ്വാഭാവികമായും താലിബാൻ ഭരണകൂടമാണ് അവിടെ ഭരണത്തിലേറുന്നത്. താലിബാനെതിരെ ശബ്ദിക്കുന്നവരുടെ വായടപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളാണ് താലിബാൻ ഉണ്ടാകാറുള്ളത്. ശക്തമായ നടപടികളാണ് താലിബാൻ ഭരണകൂടം എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രക്ഷോഭം അല്ലെങ്കിൽ വിമർശനം എത്ര കണ്ട് ഉണ്ടാകും, ഉയർന്നു വരും എന്നത് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാർത്താ ഏജൻസികൾ, അവിടെ പ്രവർത്തിക്കുന്ന പല വാർത്താ ഏജൻസികൾക്കും തങ്ങളുടെ ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങൾ പുറംലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാബൂളിൽ
പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെടുന്ന തരത്തിലാണ് ഇത് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാന സർവീസുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ബദൽ മാർഗം ഉണ്ടാകുമെന്നാണ് താലിബാൻ ഭരണകൂടം നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആ ബദൽ മാർഗം എന്താണ് എന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. ആ ബദൽ മാർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഈ ഫൈബർ ഓപ്റ്റിക് കേബിളുകൾക്ക് ശേഷം ഇപ്പോൾ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സേവനവും ഇവർ റദ്ദാക്കിയിരിക്കുകയാണ്. അനുശ്രീ. ശരി, അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യവ്യാപകമായാണ് സേവനം റദ്ദാക്കിയിരിക്കുന്നത്. സുവി വിശ്വനാഥനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിൽ സർക്കാർ സർവീസിൽ നിന്ന് 1,00,000 പേർ വിവിധ വകുപ്പുകളിൽ നിന്ന് രാജിവെക്കാൻ ഒരുങ്ങുകയാണ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണ് ഈ സ്വയം രാജിവെക്കലിന് എല്ലാവരും ഒരുങ്ങുന്നത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടരാജിക്കാണ് ഇതോടെ കളമൊരുങ്ങുന്നത്.